അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇന്നൊരു നല്ല അടിപൊളി ഡേ ആണ്, നമ്മുടെ വിക്ടറി ഡേ ആണ്. അപ്പോൾ നമ്മുടെ വിക്ടറി ഡേയിൽ നമ്മുടെ കൂടെ ഒരാളുണ്ട്. അപ്പോൾ നമുക്ക് ചോദിച്ചറിയാം, എന്താണ് പേരെന്താണ്? അഭിനവ്. അഭിനവ്. വീട് എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. അപ്പോൾ എങ്ങനെയായിരുന്നു ഫസ്റ്റ് എക്സ്പീരിയൻസ്? ബ്രില്യൻറ്റ് വന്നപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഫസ്റ്റ് പ്ലസ് ടു കഴിഞ്ഞ അത്ര ഐഡിയ ഒന്നും ഉണ്ടാവില്ല നമുക്ക്. ഫസ്റ്റ് വന്ന ഒരു കിളിവായ അവസ്ഥയായിരുന്നു. എന്തെന്നാ എങ്ങനെയാണെന്ന് തുടങ്ങണ്ടേ, പിന്നെ ഇവിടുന്ന് എല്ലാം പറഞ്ഞ് മെല്ലെ ട്രാക്കിലേക്ക് കയറി വന്നതാണ്. അപ്പം ഇവിടെ ഏത് ഹോസ്റ്റലിലായിരുന്നു? പാലാ ഹൗസ്. അപ്പം എങ്ങനെയായിരുന്നു ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തത്? ഇവിടുന്ന് ഉള്ള ആ ടൈം ടേബിൾ ആ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അവിടുത്തെ ടൈം ടേബിൾ ഞാൻ ഫോളോ ചെയ്തുള്ളൂ. ഇവിടെ എപ്പം തുടങ്ങണം, എവിടെയെല്ലാം സ്റ്റാർട്ട്, പിന്നെ വീക്ക്ലി എക്സാം ഉണ്ടാവും. ആ എക്സാമിന് വേണ്ടി പഠിച്ചു പോയാൽ പിന്നെ എളുപ്പമായിരിക്കും. ഇവിടുത്തെ ഈ ലേണിംഗ് ആപ്പ്, അതുപോലെ തന്നെ ലൈബ്രറി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതൊക്കെ യൂട്ടിലൈസ് ചെയ്തോ? അതുപോലെ നമുക്ക് ഒത്തിരി കമ്പ്യൂട്ടർ സെൻറ്റേഴ്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എത്രമാത്രം എഫക്റ്റീവ് ആയിരുന്നു? പിന്നെ JEE ഒരു ഓൺലൈൻ എക്സാം അല്ലേ, അത് കമ്പ്യൂട്ടർ സെൻറ്റേഴ്സൊക്കെ എന്തായാലും അത്യാവശ്യമാണ്. അതൊക്കെ ഇവിടെ നല്ലതുണ്ട്. JEE എക്സാം ഇങ്ങനെ നടക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടെ നമുക്ക് എക്സാം കണ്ടക്ട് ചെയ്തത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ഒരു ദിവസം നിങ്ങൾ ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മൾ കഴിഞ്ഞ കൊല്ലമൊക്കെ യൂട്യൂബിൽ ഇങ്ങനെ വിക്ടറി ഡേൻ്റെ വീഡിയോ ഒക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം വന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇപ്പം സാധിച്ചു. അപ്പം എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത്? ഹാപ്പിയാണോ? വീട്ടുകാരൊക്കെ എന്ത് പറയുന്നത്? വളരെ ഹാപ്പിയാണ്. എന്താ ആഗ്രഹിച്ച നിമിഷമാണ്. ഇവിടുത്തെ ബ്രില്യൻറ്റിൽ എന്ത് കാര്യമാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എക്സാംസ് തന്നെ. ഓൺലൈനായിട്ട് നല്ല അതേ അറ്റ്മോസ്ഫിയർ വെച്ചിട്ടുള്ള എക്സാംസ് ആണ് നടത്തുന്നത്. പിന്നെ ലൈബ്രറി നല്ല ലൈബ്രറിയാണ്, ഇഷ്ടംപോലെ ബുക്സ് ഒക്കെ ഉണ്ട്. മെന്റേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? നല്ല സപ്പോർട്ട് തന്നെയാണ്. ക്ലാസ് ടീച്ചർ തന്നെ വാർഡനായിട്ട് ഹോസ്റ്റൽ ഉണ്ടാവുക. നമ്മളെ കാര്യങ്ങൾ കൃത്യമായിട്ടൊക്കെ അവർക്ക് അറിയായിരിക്കും. ഹോസ്റ്റലിൽ ഇങ്ങനെ നമ്മളെ ഫുൾ സ്റ്റഡി എങ്ങനെയാണെന്നൊക്കെ അവർ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏതെങ്കിലും കോളേജൊക്കെ മനസ്സിൽ കണ്ടിട്ടാണോ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഇന്ന കോഴ്സിലേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ? അതായത് എഞ്ചിനീയറിംഗിന് ഇപ്പം ഇന്ന കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എടുക്കണം, അങ്ങനെയൊക്കെ ഓരോ ഡ്രീം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എയിം ചെയ്തിട്ടായിരുന്നോ വന്നിട്ടുണ്ടായിരുന്നത്, ഇന്ന കോളേജിൽ ഇന്ന കോഴ്സിന് പഠിക്കണം എന്നുള്ളത്? ഇലക്ട്രോണിക്സിന് ആഗ്രഹിച്ചത്, പിന്നെ IIT കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷേ NIT നല്ല ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് കിട്ടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ്, എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു? എനിക്ക് ചെറുപ്പത്തിലെ ഇഷ്ടം ഫിസിക്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ടെക് ഫീൽഡിൽ കുറച്ച് അട്രാക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ പ്ലസ് ടു ഒക്കെ അവസാനിക്കാനായത് വേറെ ലക്ഷ്യം വന്നത്. അതാണ് റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. വീട്ടിലാരെങ്കിലും ഇങ്ങനെ എഞ്ചിനീയേഴ്സ് ആരെങ്കിലും ഉണ്ടോ? അവരെ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആരുമില്ല. പിന്നെ ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണല്ലേ. പിന്നെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് അറിയാനൊക്കെ പറ്റിയത്. ഇങ്ങനെ എയിമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. IIT പറ്റിയും NIT പറ്റിയും എല്ലാം നമ്മുടെ ബ്രില്യൻറ്റിന് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് പറയാനുള്ളത്? ബാക്കി എല്ലാവരോടും എന്താണ് പറയാനുള്ളത്? ഇപ്പം റിപ്പീറ്റിനൊക്കെ വരുന്ന കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്? റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ശ്രമിച്ചാൽ എന്തായാലും കിട്ടും. ഇവിടുന്ന് ടൈം ടേബിളൊക്കെ കൃത്യമായിട്ട് തരുന്നുണ്ട്. അത് നന്നായി ഫോളോ ചെയ്താൽ, പിന്നെ കൺസിസ്റ്റൻസിയാണ് മെയിൻ. ഒരു ഉഴപ്പാണ്ടെന്നാൽ എന്തായാലും കിട്ടും. അപ്പോൾ അഭിനവ് ഉദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബ്രില്യൻറ്റിൻ്റെ എല്ലാവിധ ബെസ്റ്റ് വിഷസും ഉണ്ടാവും ഇനി അങ്ങോട്ടേക്കും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.